മലബാർ തീരത്തെ കടൽക്കാഴ്ചകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യകഥയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇത് ഒരു കപ്പലിന്റെ അതിശയകരമായ യാത്രയുടെ കഥയാണ്. കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന ഒരു ഗൂഢരഹസ്യം. ആയിരത്തി 1861 കാനഡയിലെ നോവാ സ്കോട്ടിയയിൽ നിർമ്മിതമായ ഈ കപ്പൽ ആദ്യം ആമസോൺ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് 1869 പുതിയ ഉടമസ്ഥർ അതിനെ മേരി സെലസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്തു. കപ്പൽ 103 അടി നീളവും 25 അടി വീതിയും 198 ടൺ ഭാരവും ഉള്ള ഒരു ബ്രിഗന്റൈൻ ആയിരുന്നു. 1872 ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിഗ്സ് നയിക്കുന്ന മേരി സെലസ്റ്റ് കപ്പൽ ന്യൂയോർക്ക് തുറമുഖത്ത് നിന്ന് ഇറ്റലിയിലെ ജനോവയിലേക്ക് യാത്ര തിരിച്ചു. കപ്പലിൽ ക്യാപ്റ്റന്റെ ഭാര്യ സാറ ബ്രിഗ്സും 2.5 വയസ്സുള്ള മകൾ സോഫിയയും ഉൾപ്പെടെ 10 പേർ ഉണ്ടായിരുന്നു. കപ്പൽ 1701 ബാരൽ മദ്യമാണ് ജനോവയിലേക്ക് കൊണ്ടുപോകുന്നത്. ഡിസംബർ 5, 1872 ദി ഗ്രാറ്റിയ എന്ന ബ്രിട്ടീഷ് കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മേരി സെലസ്റ്റ് കപ്പലു കണ്ടു. കപ്പലിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അതിന്റെ അവസ്ഥ അസാധാരണമായിരുന്നു. കാറ്റിന്റെ അതിമാരകശക്തിയാൽ നീങ്ങുന്ന പോലെയായിരുന്നു കപ്പലിന്റെ നീക്കം. എന്നാൽ അതിൽ നിന്ന് ആരെങ്കിലും സഹായം അഭ്യർത്ഥിക്കുന്നതായി ഒരു സൂചനയും കണ്ടില്ല. ഗ്രാറ്റിയ കപ്പലിലെ ക്രൂ അംഗങ്ങൾ അതിനോടൊപ്പം നീങ്ങുകയും അതിനകത്തേക്ക് കയറുകയും ചെയ്തു. അകത്തു കടന്നപ്പോൾ അവരെ അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കപ്പലിൽ ഒരു ജീവനക്കാരനും ഇല്ല. എന്നാൽ അതിന്റെ ചരക്കും മറ്റു വിലപ്പെട്ട സാധനങ്ങളും ഒരു കേടുപാടും ഇല്ലാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ഭക്ഷണവും വെള്ളവും 6 മാസത്തേക്ക് വേണ്ടതും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ചില അസാധാരണമായ തെളിവുകൾ അവർക്ക് കണ്ടെത്താനായി. കപ്പലിന്റെ ലൈഫ് ബോട്ടുകളിൽ ഒന്നിന്റെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടു. കൂടാതെ ചരക്കായിരുന്ന 1701 ബാരലുകളിൽ ഏതാനും ബാരലുകൾ ശൂന്യമായിരുന്നു. കപ്പലിന്റെ ലോഗ് ബുക്കിലെ അവസാന എൻട്രി ഡിസംബർ 4, 1872 ആയിരുന്നു. അത് കപ്പൽ പോർച്ചുഗലിലെ അസോർസ് ദ്വീപുകളിൽ നിന്ന് ഏകദേശം 400 മൈൽ അകലെയുണ്ടെന്നായിരുന്നു സൂചിപ്പിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്നതിനെക്കുറിച്ചോ ജീവനക്കാർ എവിടെ പോയെന്നതിനെക്കുറിച്ചോ ഒരു വ്യക്തമായ സൂചനയും അവർക്ക് കണ്ടെത്താനായില്ല. ഈ അതിശയകരമായ കണ്ടെത്തലുകൾ മേരി സെലസ്റ്റ് എന്ന കപ്പലിനെ കടൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാക്കി മാറ്റി. കപ്പലിലെ ജീവനക്കാർ എവിടേക്ക് മറഞ്ഞു? എന്താണ് സംഭവിച്ചത്? ഇവർ സ്വയം കപ്പൽ വിടുകയായിരുന്നോ അല്ലെങ്കിൽ ബലപ്രയോഗം ഉണ്ടായിരുന്നോ? ഇതു സംബന്ധിച്ച് അനവധി സിദ്ധാന്തങ്ങൾ കാലത്തിന്റെ ഒഴുക്കിൽ ജനിച്ചു. ചിലത് ശക്തമായ യുക്തിയാൽ അടിയുറച്ചതും ദൃഢമായ തെളിവുകൾ കൊണ്ട് പിന്തുണയ്ക്കപ്പെട്ടതുമാണ്. എന്നാൽ ചിലത് ഇരുട്ടിൽ മുഴുകിയ അവിശ്വസനീയ കഥകളായി, തലമുറകൾക്ക് ഭയവും കൗതുകവും ഉണർത്തിയ വിചിത്ര നിഗൂഢതകളായി മാറി. എന്നാൽ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണ്? ഇപ്പോൾ നമുക്ക് ഈ രഹസ്യത്തെ ചുറ്റിപ്പറ്റിയ അഗാധമായ സിദ്ധാന്തങ്ങളുടെ ലോകത്തേക്ക് ഒരു യാത്ര തുടരാം. ഭൂകമ്പം സമുദ്രത്തിൽ വലിയ തിരമാലകൾ സൃഷ്ടിച്ച് കപ്പലിനെ ബാധിച്ചിരിക്കാം. അതിനാൽ യാത്രികർ ഭയന്ന് കപ്പൽ വിട്ടിരിക്കാം. ജലസ്തംഭങ്ങൾ കപ്പലിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഭയന്ന് അവർ കപ്പൽ വിട്ടിരിക്കാം. കടൽക്കള്ളന്മാർ കപ്പലിൽ കയറി യാത്രികരെ പിടിച്ചിരിക്കാം. പക്ഷേ ചരക്ക് അക്ഷതയായിരുന്നു എന്നതിനാൽ ഇത് സംശയാസ്പദമാണ്. കപ്പലിൽ ഉണ്ടായിരുന്ന മദ്യത്തിന്റെ ബാരലുകൾ ചോർന്നതിനെ തുടർന്ന് സ്ഫോടന ഭയന്ന് അവർ കപ്പൽ വിട്ടിരിക്കാം. ചിലർ കരുതുന്നത് മേരി സെലസ്റ്റിന്റെ യാത്രികർ അന്യഗ്രഹജീവികളുടെ കടന്നുകയറ്റത്തിനിരയായിരിക്കാം. ആകാശത്ത് നിന്ന് വന്ന അന്യഗ്രഹജീവികൾ കപ്പലിലെ എല്ലാവരെയും തങ്ങളുടെ വ്യോമനൗകയിലേക്ക് മാറ്റിയതാകാമെന്നുമുള്ള തിയറികൾ ചിലർ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു യുക്തിയായ ആശയം അത് സമാന്തര ലോകം സിദ്ധാന്തം ആണ്. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രത്യേക ഘടകങ്ങൾ ഒന്നിച്ചു വന്നാൽ ഒരു സമാന്തര യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാമെന്നാണ്. മേരി സെലസ്റ്റിന്റെ യാത്രികർ ആകസ്മികമായി സമാന്തര ലോകത്തിലേക്ക് ചേക്കേറിയതാകാമോ? കാലയാത്ര സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ പ്രകാരം മേരി സെലസ്റ്റിന്റെ യാത്രികർ ഒരു അപ്രതീക്ഷിത കാലയാത്ര സംഭവത്തിന് ഇരയായിരിക്കാം.
അർത്ഥമാക്കുമ്പോൾ അവർ ഭൂതകാലത്തിലോ ഭാവിയിലോ എത്തിപ്പെട്ടിരിക്കാമെന്നതാണ് ഈ തിയറി. എന്നാൽ ഇതുവരെ ഇതിന് ആധികാരികമായ തെളിവുകൾ ലഭ്യമല്ല. മേരി സെലസ്റ്റ് കപ്പലിന്റെ യാത്രികർക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇന്നുവരെ വ്യക്തമായിട്ടില്ല. ശാസ്ത്രീയവും അന്ധവിശ്വാസപരവുമായ നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നുവന്നിട്ടുണ്ടെങ്കിലും ഉറവിടം ഉറപ്പിക്കാനാകുന്ന തെളിവുകൾ ഇല്ല. കടലിന്റെ അഗാധരഹസ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കഥ ഇന്നും മനുഷ്യ മനസ്സിനെ അമ്പരപ്പിക്കുകയും കൗതുകപ്പെടുത്തുകയും ചെയ്യുന്നു.